നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെന്തിനാണ് യാത്ര ചെയ്യുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടാണോ? അല്ലാന്നുണ്ടെങ്കിൽ 4 ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? പോയ സ്ഥലങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണോ? രാജ്യങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണോ? നമ്മളെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പം ഇവൻ 10 രാജ്യത്തൊക്കെ പോയിട്ടുണ്ടല്ലോ, 15 രാജ്യത്തൊക്കെ പോയിട്ടുണ്ടല്ലോ, ഇവൻ സംഭവമാട്ടോ, ഇത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞാൻ അങ്ങനെയായിരുന്നു കുറച്ച് കാലം മുന്നേക്ക് യാത്ര ചെയ്തത്. ഐ മീൻ ഒരു 3-4 രാജ്യത്തേക്ക് ഞാൻ അങ്ങനെയായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ആ ഒരു ട്രാവൽ കൺസെപ്റ്റിനെ മൊത്തത്തിൽ പൊളിച്ചെഴുതുന്ന രീതിയിൽ ഒരാളെ ഞാൻ കണ്ടെത്തി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇന്തോനേഷ്യയിലേക്കും മലേഷ്യയിലേക്കൊക്കെ യാത്ര ചെയ്ത സമയത്ത് ഞാൻ ഇന്തോനേഷ്യയിൽ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ടു. ഒരു കഫേയിൽ ഒരു ലാപ്ടോപ്പും തുറന്നിട്ട് ഇങ്ങനെ അദ്ദേഹം ഇരിക്കുകയാണ്, എന്തോ കാര്യമായിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സോളോ ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നു. വേറെ ഒരു സീറ്റ് ഇല്ലാത്തതുകൊണ്ട്, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. എന്താണ് പേര്, എവിടെയാണ് സ്ഥലം, എന്താണ് ചെയ്യുന്നത്, എന്താണ് ജോലി, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എത്ര ദിവസം ഇങ്ങോട്ട് വന്നിട്ട്? ഞാൻ എൻ്റെ കണക്കുകൂട്ടൽ ഇവർ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാവുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ അവരോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് ഇപ്പം നിലവിൽ ബാലിയിലുണ്ട്. അതിന് മുന്നേ 1 ഇയർ ആയിട്ട് ഞാൻ തായ്ലാൻഡിലായിരുന്നു. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് 2 കൊല്ലം അദ്ദേഹം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വീട്ടിലൊന്നും പോകണ്ടേ, അവിടെ വീട്ടുകാരൊന്നും മിസ് ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഫാമിലി ഉണ്ട്, പക്ഷേ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവാണ്. ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ആർ ഡു, ഐ ജസ്റ്റ് കെയർ വാട്ട് ഐ ഡു. അപ്പോൾ അവസാനം ഞങ്ങൾ പിരിയാൻ നേരത്ത് ഒരു കോഫി ഓഫർ ചെയ്തിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതെന്നോട് പറഞ്ഞൊരു വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രദർ, ഡോണ്ട് ജസ്റ്റ് വിസിറ്റ് എ കൺട്രി, ജസ്റ്റ് ലിവ് ദെയർ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. ലൈക്ക് ഞാനൊക്കെ യാത്ര ചെയ്യുന്നത്, നമ്മളിൽ കൂടുതൽ ആളുകളും 90% ആളുകളും യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു രാജ്യത്തേക്ക് പോകും, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകും. ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു 3-4 ദിവസം, മാക്സിമം ഒരു 7 ഡേയ്സ് നമ്മളവിടെ നിൽക്കും. അതിനുശേഷം നമ്മൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മൾ മെയിനായിട്ടുള്ള കുറച്ച് പാട്ടുകൾ വിസിറ്റ് ചെയ്ത്, ഒരു രാജ്യത്തിൻ്റെ മെയിനായിട്ടുള്ള 1-2 അല്ലെങ്കിൽ 4-5 സംഗതികൾ കണ്ടിട്ട് തിരിച്ചു വരും എന്നല്ലാതെ ആ ഒരു നാടിനെ പറ്റി അറിയാനോ, അടുത്ത നേറ്റീവായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് താമസിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴും ആ ഒരു വാക്കിൻ്റെ മൈൻഡിൽ നിന്ന് പോവുകയല്ല. അപ്പോൾ പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും വേണ്ടില്ല, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. ഇങ്ങനെ ഒരു ട്രാവൽ മെത്തേഡ് നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിന് മാത്രമല്ല ലീവ് കിട്ടുക എന്നുള്ളതാണ്. എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ അക്കൗണ്ട്സ് മേഖലയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ലീവ് എന്ന് പറയുന്ന സംഗതി അങ്ങനെ ഓവറായിട്ട് കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നേരെ റിസൈൻ ഇട്ടു. ആ ജോലിയിൽ നിന്ന് ഞാൻ ഇറങ്ങി. അങ്ങനെ വീട്ടുകാരോടും കൂട്ടുകാരോടും കുടുംബക്കാരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് നേപ്പാളിലേക്കാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് നേരെ നേപ്പാളിൽ വന്നിറങ്ങി. അപ്പം ട്രാവൽ മെത്തേഡ് നമ്മൾ മൊത്തത്തിൽ മാറിയല്ലോ. അങ്ങനെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ ആദ്യം തന്നെ ചെയ്തൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിറ്റ്നസ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ആദ്യം തന്നെ അടുത്തുള്ളൊരു ജിമ്മിൽ ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോഫിയാണ്. അപ്പോൾ പിന്നെ കോഫിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തുള്ള ഹിമാലയൻ ജാവ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. അപ്പം അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു അഡ്മിഷനും എടുത്തു. ദിവസവും ഒരേ വഴിയിലൂടെ നടക്കുക, ഒരേ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക, ദിവസവും ഒരേ ആളുകളെ കാണുക. അങ്ങനെ പിന്നെ സ്ഥിരതാമസമായപ്പം റൂമിനടുത്തുള്ള ആളുകളായിട്ടൊക്കെ കമ്പനിയായി, കടക്കാരായിട്ടൊക്കെ കമ്പനിയായി. ദിവസം രാവിലെ ഞാൻ ജിമ്മിലേക്കൊക്കെ പോകുമ്പോൾ ദിവസം ഇങ്ങനെ കയ്യൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് പോവുക. അവരെൻ്റെ മുഖത്തൊക്കെ ചിരിക്കും, ഞാനും ചിരിക്കും. ഹിന്ദി പിന്നെ അവിടെ അറിയാമല്ലോ, അപ്പോൾ പിന്നെ ഹിന്ദിയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ പോകുന്ന വഴിക്ക് സ്ഥിരമായിട്ട് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന കുട്ടികൾ. അവർക്ക് നമസ്തേയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചൊക്കെയാണ് ഈ ജിമ്മിലേക്കൊക്കെ പോവുക. അത് ഭയങ്കര രസമുള്ളൊരു സംഗതിയാണ്.
അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും എനിക്ക് പതിയെ പതിയെ ആ ഒരു ഏരിയനോടും ആ ഒരു സ്ഥലത്തോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങി. ലൈക്ക് നമ്മളൊരു സേഫ് സോണിലാണ് എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് വരാൻ തുടങ്ങി. പിന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ അവർ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പിന്നെ അവിടുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ തരലും ചായ തരലൊക്കെ ആയി. അങ്ങനെ ആ നാട്ടിൽ ഒരാളായിട്ട് ഞാൻ മാറുകയാണ് ചെയ്തത്. ഫസ്റ്റ് രാജ്യത്തേക്ക് തന്നെ കുറച്ച് കാലം താമസിച്ചപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫീല് കിട്ടി. അദ്ദേഹം വന്ന് ആ ഒരു കഫേയിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ആ സമയത്താണ് വീണ്ടും വീണ്ടും എൻ്റെ മൈൻഡിലേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു സംഗതി മനസ്സിലാക്കുന്നത്. നമ്മളിങ്ങനെ കിടന്ന് ഓടിയിട്ടൊന്നൊരു കാര്യമില്ല. നമ്മളൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കിടന്ന് ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ആ രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ ആ രാജ്യത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലേ? ആ ഒരു രാജ്യമെന്ന് പറയുന്നത് സ്ഥലങ്ങൾ മാത്രമല്ല, അതിലെ മനുഷ്യരും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ജീവിതമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അവരിൽ ഒരാളായിട്ട് മാറുക ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ബിസി ലൈഫൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മളെ ചുറ്റുപാടും നമ്മളെ നാടും നമ്മൾ ജീവിക്കുന്ന ആ ഒരു സറൗണ്ടിങ് ഒക്കെ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു. അതിനുശേഷം അടുത്ത സ്ഥലം എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന അതായത് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇവിടെ പീക്കിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് തായ്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പോയത് തായ്ലാൻഡിലേക്കാണ്. ഈ തായ്ലാൻഡ് എന്ന് പറയുമ്പം നമ്മൾ മലയാളികൾക്കുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ ഈ സെക്സ് ടൂറിസം മാത്രമായിട്ട് തായ്ലാൻഡിൽ അങ്ങോട്ട് മാറ്റി വെക്കും. ലൈക്ക് തായ്ലാൻഡിൽ സെക്സ് ടൂറിസം എന്ന് പറഞ്ഞ സംഗതി മാത്രമേ ഉള്ളൂ, തായ്ലാൻഡിൽ ഈ ബാങ്കോക്കും പട്ടായ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മളെ മലയാളികൾക്കുള്ളത്. മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ ഏകദേശമൊക്കെ അങ്ങനെ തന്നെയാണ് ഉള്ളത്. അതല്ല തായ്ലാൻഡ്. സെക്സ് ടൂറിസം മാത്രമല്ല തായ്ലാൻഡ്. തായ്ലാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുള്ളതും ഭയങ്കര ഭംഗിയുള്ള നല്ല നല്ല ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം, പിന്നെ നല്ല സ്വഭാവമുള്ള. അവിടുത്തെ എടുത്തു പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ ആ ഒരു സ്നേഹമാണ്. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് തായ്ലാൻഡിൽ വെച്ച് കണ്ടുമുട്ടിയ ആളുകളൊക്കെ, അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ വെച്ച് കണ്ടുമുട്ടിയ ആളുകളൊക്കെ ഏകദേശം പറഞ്ഞതൊക്കെ 80% ആളുകളും പറഞ്ഞത് അവരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു രാജ്യം അത് തായ്ലാൻഡാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണെന്നുള്ളത്. ഇനിയിപ്പം സപ്പോസ് എൻ്റെ മൈൻഡ് സെറ്റ് അല്ല മറ്റുള്ളവർക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് തായ്ലാൻഡ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ലിസ്റ്റിൽ പെട്ടത് എന്നുള്ളത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പീപ്പിൾ. ആ ഒരു ആളുകളുടെ സ്വഭാവം കൊണ്ട് മാത്രം ഇഷ്ടപ്പെടുന്ന രാജ്യമാണ് തായ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരൊക്കെ തായ്ലാൻഡിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇജ്ജ് പോണത് വേറെ പരിപാടിക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ള ചിന്താഗതി അത് മാറ്റിയെടുക്കണം കേട്ടോ. സെക്സ് ടൂറിസം മാത്രമല്ല തായ്ലാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാനും തായ്ലാൻഡിലെത്തി. ബാങ്കോക്കിലെ ഏതോ ഒരു മൂലക്കലുള്ള ഒരു വില്ലേജിലാണ് ഞാൻ റൂം എടുത്തത്. റൂമല്ല, ഒരു വീടാണ് ഞാൻ എടുത്തത്. ആ വീട്ടിൽ കിച്ചണും ബാക്കി എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. ഒരു നേറ്റീവായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന, അവിടുത്തെ ലോക്കൽസായ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് ഞാൻ റൂമൊക്കെ എടുത്തത്. ആ നാട്ടിലെ ഒരേ ഒരു ഫോറിനർ, ഞാൻ മാത്രമാണ്. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം അവിടെയുള്ള ആളുകളൊക്കെ എന്നെ നോക്കാൻ തുടങ്ങി. ഇവനേതറാ എന്ന് വിചാരിച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഹൈ ഹലോ എന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറയും. എനിക്ക് ആകെ അറിയുന്നൊരു ഭാഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാത്തി ഖാബ്, ഖബൂൻ ഖാബ്, ഈ സംഗതി മാത്രമേ എനിക്കറിയുള്ളൂ. വേറെ ഒരു സംഗതിയും ഒരു വാക്കുകളും എനിക്കറിയില്ല. അവരുടെ ഭാഷ അറിയില്ല. അവിടുത്തെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ല. നമ്മളെ നാട്ടിലൊക്കെ യൂഷ്വലി ഒരു നോർമലായിട്ടുള്ള ഇംഗ്ലീഷെങ്കിലും അറിയാമല്ലോ, പക്ഷെ അവർക്കൊന്നും കൂടുതലായിട്ടൊന്നും ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പം അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ മനസ്സിലാവും. അങ്ങനെ അറിയാത്ത ഭാഷയിൽ അങ്ങനെ കാണിച്ചും. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും, പക്ഷേ ഏതായാലും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കൂടുതൽ സമയം ഞാൻ ട്രാൻസ്ലേറ്ററും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് അവിടെ നോക്കലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ജിമ്മാണ്. അങ്ങനെ അടുത്തുള്ള ജിമ്മിലൊരു മെമ്പർഷിപ്പ് എടുത്തു. പിന്നെ വീട്ടിലേക്ക് വാങ്ങാനുള്ള കുറച്ച് സംഗതികളൊക്കെ, കുറച്ച് ഫ്രൂട്ട്സും പിന്നെ പച്ചക്കറികളും, അങ്ങനെ കുറച്ച് ഡയറ്റ് നോക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ താമസിച്ചത്. പക്ഷേ
എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഡയറ്റ് നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഫിറ്റ്നസ് നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതായത് ഡയറ്റൊക്കെ കംപ്ലീറ്റ് പാളിപ്പോകുന്നൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ തായ്ലാൻഡ് എന്ന് പറയുന്നത്. അത് നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് എത്ര വലിയ ബോഡി ബിൽഡർ ആണെന്നുണ്ടെങ്കിലും, എത്ര വലിയ രീതിയിൽ ഫിറ്റ്നസ് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും, ഡയറ്റ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ തായ്ലാൻഡിലേക്ക് പോകുന്നുണ്ടോ, ഇത് 99% ആളുകൾക്കും ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ഫുഡും ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ഫുഡ് അത് വേറെ മൂഡാണ്, വേറെ റേഞ്ചാണ്. നമ്മളൊരു 7-Elevenലോ അല്ലെങ്കിൽ മിനി സിമാർട്ടിലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള കടകളൊക്കെ ഉണ്ട്. അപ്പം അതിലേക്കൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ അവിടെയുള്ള വെറൈറ്റി. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ തായ്ലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലായിട്ട് എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മളൊരു 7-Elevenലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഡ്രിങ്ക്സും ഒരുപാട് ഫുഡ്സും വേറെ എന്തൊക്കെ സംഗതികളുണ്ടോ A to Z കാര്യങ്ങൾ നമുക്ക് ആ ഒരു 7-Elevenൽ കിട്ടും. അപ്പം പ്രോട്ടീൻ സംബന്ധമായിട്ടുള്ള ഒരു 30 grams ഓഫ് പ്രോട്ടീന് ചെറിയൊരു കുപ്പിയിൽ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ എൻ്റെ മോനെ, ഞാൻ ഈ ബിസിനസ് പരമായിട്ട് ചിന്തിച്ചപ്പം നാട്ടിലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. എന്തായാലും നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മറന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലം ഞാൻ അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളായിട്ട് അവരുടെ കൂട്ടത്തിൽ ഞാനിങ്ങനെ താമസിക്കാൻ തുടങ്ങി. പിന്നെ സ്ഥിരമായിട്ട് പോകുന്ന കഫേയിലൊക്കെ അവർ എന്നോട് ഇങ്ങോട്ട്, അതായത് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ എന്നെ മുമ്പെന്ന് കാണുമ്പോൾ തന്നെ അവർ ഡ്രിങ്ക്സ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാനവിടെ വന്ന് എനിക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല. ലൈക്ക് ഞാൻ ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ എന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ദ സെയിം വൺ എങ്ങനെ ചോദിക്കും. അപ്പം ഞാനെന്ത് പറയും, ഓക്കെ അങ്ങനെ തന്നെ പറയും. അപ്പം അവർ ആ ഡ്രിങ്ക് ആയിട്ട് അങ്ങോട്ട് വരും. ഇതൊരു റുട്ടീൻ പോലെയായി മാറി. ഞാൻ രാവിലെ ജിമ്മിലേക്ക് പോകുന്നു, പിന്നെ ഇടയ്ക്ക് കഫേ ഉണ്ടും, അതായത് ആ നിയർ ബൈ ഉള്ള കഫേകളും കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തത്തിൽ അരിച്ചു പെറുക്കാൻ തുടങ്ങി. എനിക്കൊരു കോഫീൻ്റെ കേസിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് അപ്പോൾ ആ ഒരു വില്ലേജിലെ ആളുകളായിട്ട് ഞാൻ മൊത്തത്തിൽ കമ്പനി ആവാൻ തുടങ്ങി. ലൈക്ക് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളായി, ഏകദേശം ഒരു മാസത്തോളം സ്ഥിരമായിട്ട് കാണുന്ന ആളുകളെ നമ്മൾ ഡെയിലി ആളുകളെ കണ്ടുകൊണ്ടിരിക്കില്ല, ആ സെയിം ആളുകളെ തന്നെ കണ്ടുകൊണ്ടിരിക്കില്ല. അപ്പം പെട്ടെന്ന് പരിചയമായി, നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ നേപ്പാളിൽ സംഭവിച്ചത് എന്താണോ അത് ഇവിടെ നടന്നു. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി, ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തരാൻ തുടങ്ങി. അതായത് നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു, അവരുടെ തനതായിട്ടുള്ള ഭക്ഷണ രീതികൾ അതെനിക്ക് ഷെയർ ചെയ്തു, അതെനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നു. അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം ഇതിന് ശേഷം പിന്നെ ഞാൻ പോയത് ഇന്തോനേഷ്യയിലേക്കാണ്. ഓൾറെഡി ഞാൻ ഇന്തോനേഷ്യയിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ തന്നെ തായ്ലാൻഡിലേക്കും അതിന് മുന്നേയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഇന്തോനേഷ്യയിലെത്തി സെയിം തിങ് ഇതുപോലെ തന്നെ, ലൈക്ക് അവിടുത്തെ നാട്ടുകാരുമായിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സെയിം സംഗതികൾ തന്നെ ഇവിടെയും റിപ്പീറ്റായിട്ട് വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇന്തോനേഷ്യയിലും പോയി, പിന്നെ തിരിച്ച് തായ്ലാൻഡിലേക്ക് തന്നെ വന്നു. അങ്ങനെ ആ ഒരു യാത്ര 3 മാസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആ ഒരു യാത്ര അവസാനിക്കാൻ നേരത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടമാണ് ഉണ്ടായത്. ആ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള സങ്കടം അതെൻ്റെ മനസ്സിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 മാസത്തെ സ്ലോ ട്രാവൽ എന്താണ് എന്നെ പഠിപ്പിച്ചതെന്നല്ലേ, നമ്മുടെയൊക്കെ ജീവിതം അത് വെറുതെ ജീവിച്ച് തീർക്കാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഒന്നല്ല, വെറും കാണേണ്ട സ്ഥലങ്ങളുടെ ആ ഒരു ലിസ്റ്റ് ഒന്നല്ല യാത്ര. അത് നമ്മളിലേക്ക് തന്നെ മടങ്ങാനുള്ളൊരു വഴിയാണ്. നിങ്ങൾക്കും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാവൽ മെത്തേഡ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാൻ ചിലപ്പോൾ ഈ ഒരു സാഹചര്യം കൊണ്ട്, ഈ ഒരു ട്രിപ്പ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചേക്കാം. നിങ്ങളും ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണെന്നുള്ളതും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.